ഇതിന്റെ മണം കേട്ടിട്ടേ ഇങ്ങനെ തന്നെ തിന്നാനുള്ള വെള്ളണ്ടിന്റെ വായല്. മാങ്ങയ്ക്ക് ഇതാ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഈ മാങ്ങയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കണേ. തിരുമ്മി യോജിപ്പിച്ചേക്കട്ടെ. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല നാടൻ മല്ലിപ്പൊടിയും കുറച്ച് വലിയ ജീരകവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നാക്കി അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വല്യുള്ളി, അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി, പച്ചമുളകും കുനുകുനാ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലങ്ങാട് വാരി വിതറിയിട്ട് ഒരു 2-3 സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ തൂവിയതിന് ശേഷം കല്ലുപ്പും കൂടി വാരി വിതറണം. കൈ വെച്ചിട്ട് ഇങ്ങനെ ഞെരടലുണ്ട്. ആ ഒരു ഞെരടലാണ് അത്ര ഈ ഒരു മാങ്ങാക്കറിന്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭാഗം. ഇതിലേക്ക് ഇനി ആ മാങ്ങേനെടുത്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ആദ്യം അരച്ച് പേസ്റ്റ് ആക്കി വെച്ചില്ലേന്നില്ലേ ഒരു മസാലക്കൂട്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന്റെ മണം കേട്ടിട്ടേ ഇങ്ങനെ തന്നെ തിന്നാനുള്ള വെള്ളണ്ടിന്റെ വായല്. ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോവാണ്. തേങ്ങേന്റെ 1-ാം പാല് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ. ബാക്കിയുള്ള തേങ്ങാപ്പാല് ഇതാ ഇതിലേക്ക് ഒഴിക്കാൻ പോണു. തിളച്ചങ്ങോട്ട് വേവട്ടെ. വാങ്ങി വെക്കുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് ഇതില് തേങ്ങേന്റെ 1-ാം പാൽ ഒഴിക്കാണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങിയും കൂടി വെക്കാം. അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം. ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണ്ടേ. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് നല്ലപോലെ മൂത്തോട്ടോ. വറ്റൽ മുളകും കറിവേപ്പില കേട്ടോ. നേരെ അങ്ങോട്ട് വാങ്ങാം. നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ചേർക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ചോറില് നമുക്ക് ഒഴിച്ചങ്ങോട്ട് കഴിക്കാം. വെറുതെ അങ്കമാലി മാങ്ങ കറിക്ക് ഇത്രയും ആരാധകരുള്ള കേട്ടോ.